ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാനാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കുറേ ഇത് പരിചയപ്പെടുത്താം. നമുക്ക് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണെന്നുള്ളത് ഒരുപാട് പേര് നമ്മളോട് നിരന്തരം ചോദിക്കുന്ന ഒരു ഐറ്റമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ. അടയിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുണ്ടോ എന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത്. അടയിരിക്കുന്ന മുട്ടയിടുന്ന നമ്മുടെ നാടനായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇത് കാപ്പിരിക്കോഴിക്കുഞ്ഞുങ്ങളും നേക്കിനേക്കും ഉൾപ്പെടെയുണ്ട്. എല്ലാം നല്ല സെയിലിനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, 10-80 സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1 മാസം പ്രായമുള്ളതാണിത്. 1 മാസം പ്രായമുള്ളതിന് 100 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കാപ്പിരിക്കും നേക്കിനും എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ്. നാടൻ കോഴിക്കും എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ്. 100 രൂപയാണ് 1 മാസം പ്രായമായ നമ്മുടെ നാടൻ കോഴികൾക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നേക്കിനൊക്കെ ഏകദേശം ഒരു 7 എണ്ണത്തോളം ഉള്ളൂ. പിന്നെ കുറച്ച് കാപ്പിരിയും കുറവാണ്. ബാക്കിയുള്ളത് നമ്മുടെ സാധാ ആണ് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇത് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിന് വണ്ടിയുണ്ട്. വണ്ടി കാശ് നിങ്ങൾക്ക് ഒരു ബോക്സിന് പൈസ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് വണ്ടി സാധനം എവിടെയാണെന്ന് വെച്ചാൽ അവരെത്തിച്ചു തരും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതുപോലെ സെയിൽ ഉണ്ടായിരുന്നപ്പോൾ കംപ്ലീറ്റ് സെയിലായിരുന്നു. അത് കഴിഞ്ഞും ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സാധനം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ എടുത്തതും നമ്മൾ വളർത്തുന്നതൊക്കെ ഓരോ വീഡിയോയിലും കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ എടുത്തതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ കുഞ്ഞുകുഞ്ഞ് അവർക്കുള്ള ഇടക്കിടക്കായിട്ട് ഇവരെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ വളർത്തി 1 മാസം പ്രായമായതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. അത്യാവശ്യം നല്ല കളറുണ്ട്. 2 കൂടുകളിലാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോഴത്തേക്കും മണ്ണിലേക്ക് ഇറക്കി വളർത്താതിരിക്കുക. ഉടനെ നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വളർത്തുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ മണ്ണ് തിന്നാറുണ്ട്. മണ്ണ് തിന്നുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു കമൻറ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. മണ്ണ് തിന്നുകൊണ്ട് പ്രശ്നം ഉണ്ട്. മണ്ണ് തിന്നുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഈ മണ്ണ് തിന്നുമ്പോൾ ദഹനക്കുറവ് മൂലം ക്ഷീണം വരെയും പിന്നെ അവർക്ക് ചത്തുപോവുകയാണ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ പരമാവധി മണ്ണിലേക്ക് ഇറക്കാതെ ഇതുപോലെ എന്തെങ്കിലും നെറ്റുകൂടുകളിലേക്ക് തന്നെ ഇട്ട് വളർത്താൻ നോക്കുക. ഒരു 2-2.5 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മണ്ണിലേക്ക് ഇറക്കാം. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും മണ്ണിലേക്ക് ഇറക്കാതിരിക്കേണ്ടത് നല്ലത്. പ്രത്യേകിച്ച് പൊടിമണ്ണുള്ള സമയത്ത് വെച്ചാൽ അവർ പൊടിമണ്ണ് കൊത്തി കഴിക്കാൻ സാധ്യത കൂടുതലാണ്. ഒട്ടുമിക്ക കോഴികളും കുഞ്ഞുങ്ങൾ കഴിക്കും. അപ്പം അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ദഹനക്കുറവും അതുപോലെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് മാത്രം വളർത്തുക. പിന്നെ ഇപ്പോൾ 1 മാസം ഞാൻ പറഞ്ഞല്ലോ, 1 മാസം പ്രായമായതാണ്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ എത്രയും വേണമെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ അഴിച്ചു തരുന്നതായിരിക്കും. കാപ്പിരി കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് പറയുക. നേക്കിനൊക്കെ വേണമെന്ന് സെപ്പറേറ്റ് പറയുക. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വന്ന കൂട്ടത്തിൽ കാപ്പിരികളും ഞേക്കിനേക്കും വളരെ കുറവാണ്. കുറച്ച് മാത്രമേ നമുക്ക് ഈ പ്രാവശ്യം കാപ്പിരികളും ഞേക്കിനേക്കും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വേഗം അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വില പറയണില്ല എന്നുള്ള ഒരുപാട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വില ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 മാസത്തിന് 100 രൂപയാണ്. അപ്പോൾ വില പറയാൻ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഇത് ഒരു ബുദ്ധിമുട്ടാവും, സെയിൽ ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടാവണ്ട എന്ന രീതിയിലാണ് ഇതുവരെ വില പറയാതിരുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നാലോ എന്ന് കരുതിയിട്ടാണ്. നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം. കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചു തരും. ഇത് നമുക്ക് ഗ്രാമശ്രീ കോഴികളാണ്. ഗ്രാമശ്രീ കോഴികളെന്ന് പറഞ്ഞാൽ ഈ കേരള സർക്കാരിൻ്റെ ഹാച്ചറിയിൽ നിന്ന് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തിയ കുഞ്ഞുങ്ങളാണിത്. അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ തമിഴന്മാരോടോ അല്ലെങ്കിൽ കൊണ്ടുവരുന്നവരോടോ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന കോഴികളല്ല. കേരള സർക്കാർ തന്നെ നടത്തുന്ന ഒരു ഹാച്ചറി ഉണ്ട്. മർക്കാട് എന്ന സ്ഥലത്താണ് അത് ഹാച്ചറി ഉണ്ട്. ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് സെയിൽ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ എടുത്തിട്ട്
അവിടെ നിന്ന് നമ്മൾ എടുത്ത് വളർത്തിയ സർക്കാരിൻ്റെ അനുമതിയോടെയുള്ള ഹാച്ചറിയാണത്. അപ്പോൾ അത് നമ്മൾ എടുക്കും, അവിടെ നിന്ന് എടുത്ത് വളർത്തി ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങളായിരിക്കും. വാക്സിനേഷൻ എടുത്ത കുഞ്ഞുങ്ങളാണ്. കംപ്ലീറ്റ് വാക്സിനേഷൻ അതിൽ ചുണ്ട് കട്ടിങ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ ചുണ്ട് കട്ടിങ് ചെയ്യണമെന്ന് വെച്ചാൽ കൊത്തുപിടുത്തം ഉണ്ടാവാതിരിക്കാനാണ്. കോഴികൾ പരസ്പരം കൊത്തുപിടുത്തം ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് ചുണ്ട് കട്ടിങ്ങൊക്കെ ചെയ്യുന്നത്. ചുണ്ട് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ഉള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരെ നമുക്ക് ധൈര്യപ്പെട്ട് വളർത്താം. പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് കോഴിക്കുഞ്ഞുങ്ങളുമാണ്. ഇവർക്ക് നമ്മളിപ്പോൾ ഒരു മാസം 1.5 മാസത്തിൻ്റെ പ്രായമിടയിലാണുള്ളത്. ഇവരെ നമുക്ക് വിൽക്കുന്നത് 120 രൂപക്കാണ് ഒരു കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഒരെണ്ണത്തിനാട്ടോ 120 രൂപ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത് നമ്മൾ തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വിരമരുന്നും അതുപോലെ തന്നെ വാക്സിനേഷനുകളും എല്ലാം കഴിഞ്ഞ ഹെൽത്തി ആയിട്ടുള്ളൊരു കോഴിക്കുഞ്ഞാണ്. കൊത്തുപിടിക്കുമോ എന്നുള്ള പേടി വേണ്ട. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 300 മുട്ടയാണ് പറയുന്നത്. ഏകദേശം 260 മുതൽ 280 മുട്ട വരെ ഒരു വർഷത്തിൽ നമുക്ക് എന്തായാലും കിട്ടും. അത് നമ്മൾ ഫുഡിൻ്റെ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് അനുസരിച്ചായിരിക്കും കൂടുതൽ മുട്ടകളുടെ ലഭ്യത. അപ്പോൾ നമ്മൾ ഫുഡും കൂടി കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 260 മുതൽ 280 മുട്ട വരെ എന്താണെങ്കിലും നമുക്കൊരു വർഷത്തിൽ കിട്ടുന്നതായിരിക്കും. ഹെൽത്തി ആയിട്ട് നല്ലൊരു കോഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. വില സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥലം കൂടി ഞാൻ പറയുകയാണ്. സ്ഥലം എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അരൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളതും നമ്മുടെ വീടുള്ളതും. നമ്മുടെ വീട്ടിലാണ് ഇപ്പോൾ കോഴികൾ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം യാത്രാ സ്ട്രെസ് ഉണ്ടാവും. യാത്രയിൽ ലോങ്ങിൽ നിന്ന് വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം ടെട്രാസൈക്കിൾ എന്ന ഗുളിക കിട്ടും. ആ ഗുളിക വാങ്ങിച്ച് കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുക്കുക. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരെല്ലാ ക്ഷീണവും മാറും. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കലക്കി കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല രീതിയിലുള്ള ഗുളികയാണ് ടെട്രാസൈക്കിൾ ഗുളിക എന്ന് പറയുന്നത്. യാത്രേൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറും. അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ചൂട് സമയമായത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് നോക്കണം. അവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് വെള്ളം മുടങ്ങാതെ വെച്ച് കൊടുക്കണം. അതുപോലെ വെള്ളത്തിൽ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. അവർക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. ഫുഡും ഒരു കാരണവശാലും ഫുഡും രാവിലെയും വൈകുന്നേരമായിട്ട് കൊടുക്കുക. അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുക. എന്നാലേ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. കോഴിക്കുഞ്ഞുങ്ങളൊന്നും ചത്തുപോകാതെ തന്നെ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ നോക്കണം. കാരണം ചൂട് അമിതമാണ്. ചൂട് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചൂടിനുള്ള പരിഹാരങ്ങളും ചൂട് നമുക്ക് കൊടുക്കേണ്ട ഡ്രിങ്കും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും മുമ്പത്തെ വീഡിയോസിൽ ഓരോന്നായിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ പോയി കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.